എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാരറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഹെർമിറ്റ്, Ace of Swords, Sun card, Ace of Wands, Strength card, Empress, Emperor. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം, ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു വളരെയൊരു ഒതുങ്ങിയ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. വലിയ ആർഭാടങ്ങളോ വലിയ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ജീവിതം വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യം തന്നെ ഹെർമിറ്റ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ലൈഫിൽ നിങ്ങൾ ടൈം എടുത്തിട്ട് പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ടേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കണക്ഷൻസ് ആണ് നിങ്ങളിലേക്കുള്ളത്. നിങ്ങളുടെ ചിന്താഗതികൾ എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾ വളരെ ക്ഷമയോടും കാമായിട്ട് ജീവിതത്തെ നോക്കി കാണുന്ന ഒരു സാഹചര്യമാണ്. പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ളത്, മറ്റുള്ളവരിൽ നിന്നുള്ള ടോക്സിക് ആയിട്ടുള്ള എനർജി, ഇതൊക്കെ നിങ്ങൾ വളരെ സൗമ്യമായിട്ട് നേരിടുന്നതായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എല്ലാ തുറകളിലും ജീവിതത്തിൻ്റെ നിങ്ങൾക്ക് വളരെ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. ലൈഫിലുണ്ടായിരുന്ന ഒരു ഇംബാലൻസ് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്. ജീവിതം വീണ്ടും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്കും അതേസമയം തന്നെ കുറച്ചുകൂടി ആത്മീയതയിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ നിങ്ങൾ കരിയറിൽ താല്പര്യം അതായത് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ജോലി, ഔദ്യോഗിക ജീവിതം നല്ല മെച്ചപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിൽ വലിയ ഹൈ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ കൂടുതൽ പോകാതെ മീഡിയം അല്ലെങ്കിൽ ഒരു റിസ്ക് കുറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഏസ് ഓഫ് വാൻഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി, ഏസ് ഓഫ് വാൻഡ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി വളരെ കോൺഫിഡൻ്റ് ആണ്. ജീവിതം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മെയിനായിട്ടും ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി ആഡംബരങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി പൈസ ചിലവാക്കുന്ന ഒരു കാര്യമായിട്ടാണ്. കാരണം ആഘോഷം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ഒരു രീതി അനുസരിച്ച് ഒത്തിരി ആളുകളെ വിളിക്കുന്നത്, ഒത്തിരി നല്ല നല്ല ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക അത്യാവശ്യം ചിലവാകുന്ന രീതിയിലുള്ള ആഡംബരമാണ് ആഘോഷം. ആഘോഷം എപ്പോഴും ആഡംബരമായിരിക്കണമെന്നില്ല എന്നുള്ളത്. ആഘോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വിധമായിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാവുന്നു. അതേപോലെ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന രീതികളിൽ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വലിയ ആർഭാടമായിട്ടുള്ളത് ആഘോഷത്തിന് പകരം ഒരു പക്ഷേ എന്തെങ്കിലും അനാഥാലയങ്ങൾക്കോ വൃദ്ധസദനങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരോടൊപ്പം സമയം ചിലവഴിക്കുക. ഇപ്പോൾ ആരും ഇല്ലാത്തവരുടെ കൂടെ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഫുൾഫിൽമെൻറ്റ്, അതായത് സ്വന്തം ജീവിതത്തിൽ നമ്മൾ സംതൃപ്തി നേടുക അല്ലെങ്കിൽ ജീവിതത്തിൽ സംതൃപ്തരാണെന്ന് പറയാൻ എല്ലാവരും ആഗ്രഹിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംതൃപ്തി എന്തെന്നറിയാത്തവരല്ലെങ്കിൽ സന്തോഷം അറിയാത്ത ആളുകളുടെ ജീവിതത്തിൽ കുറച്ച് സമയത്തെങ്കിലും സന്തോഷം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് അത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്.
പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പല മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം, ഈ ഒരു മാസം എന്ന് പറയാം. ഒന്ന് സൺ എനർജി ആണ്. അപ്പോൾ ഈ പറയുന്ന ബാലൻസ് ലൈഫിലുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കായിട്ട് സമയം മാറ്റി വെക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങളിപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അത് മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിൽ ടൈം കണ്ടെത്തുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നു, ഈ ഒരു സൊസൈറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തോ ചെയ്തില്ലയോ, പക്ഷെ നിങ്ങൾ ആ ഒരു സൊസൈറ്റിക്ക് തിരിച്ച് ഒത്തിരി നൽകുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കൽ വാങ്ങലുകളാണെന്ന് പറയും, പക്ഷെ എത്ര ഒരാൾ തന്നു ആ കണക്ക് നോക്കി തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയല്ല. വാങ്ങുന്നു കൊടുക്കുന്നു എന്നുള്ളൊരു കണക്ഷൻ അവിടെ തൂക്കി നോക്കിയല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ലൈഫിൽ ബാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കരിയറിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ ജോലിയിൽ വേണ്ടുന്ന കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കുന്നു, ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതും, അതേപോലെ ജോലിയുള്ളവർ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പുതിയ ജോലി നല്ലൊരു ജോലിയിലേക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണിത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി, സൺ എനർജി എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഏത് രീതിയിലാണോ കാണാൻ ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക് ജീവിതം മാറുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ആശ്വാസത്തോടെ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ ഇന്നതാണെന്ന് പറയാൻ ഒരിക്കൽ ലൈഫിൽ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ എന്തൊക്കെ നേടിയാലും നിങ്ങളെ താഴ്ത്തി കെട്ടുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് തുറന്ന് സംസാരിക്കുന്നവർ കൂടെ ഇരുന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഒരു ആത്മവിശ്വാസം തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് തരുന്നു. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. പിന്നെ ജോലിയിലും അതുകൊണ്ട് മുന്നോട്ടേക്ക് ഇപ്പോൾ പ്രൊമോഷൻ കാര്യങ്ങൾ, അതേപോലെ തന്നെ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുക, പുതിയ ജോലി ലഭിക്കുക, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് ഈ ഒരു മാസം. അതേപോലെ സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ പൊതുവിൽ ഒരു കുട്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു സ്ട്രെസ്സ് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് പേർപ്പസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത്, ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നു എന്നുള്ളതും. അപ്പോൾ അത് ഒന്ന്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഏതൊരു സാഹചര്യത്തിലും ദൈവം അല്ലെങ്കിൽ സപ്പോർട്ട്, ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ചിലതുണ്ടാകുന്നതായിട്ട് കാണും. ഇപ്പോൾ വീട്ടമ്മമാരെ പ്രത്യേകിച്ച് അച്ഛൻ മറ്റിടത്തുള്ളത് അല്ലെങ്കിൽ വേറെ ദൂരദേശത്ത് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാണ് കുട്ടിയെ നോക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്കാണ് കുട്ടിയെ നോക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചുറ്റും സപ്പോർട്ടായിട്ട് ദൈവത്തിൻ്റെ കരം പോലെ ആളുകൾ സഹായത്തിന് വരുന്നുണ്ട്. പിന്നെ പ്രത്യേക സാഹചര്യങ്ങൾ ദൈവം പ്രത്യക്ഷത്തിൽ വന്ന ഒരു ഫീലിംഗ് ആണ്, അതുപോലെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ലൊരു സന്തോഷം തരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചില ആളുകൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ആവാം ഇത് സൂചിപ്പിക്കുന്നത്, പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രഗ്നൻസി സിറ്റുവേഷൻ ആവാം. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൊതുവെ പല ആളുകളും ഇറിറ്റേറ്റഡ്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എപ്പോഴും ഇരിക്കുന്നത് അവർക്ക് അവരെ തന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. കാരണം ചുറ്റുമുള്ള ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം പലർക്കും തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, സ്വയം കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളാണ് ഭൂരിഭാഗം ആളുകളിലും ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളെ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, നന്നായിട്ട് നല്ല ഡ്രസ്സ് ചെയ്തിട്ട് അതേപോലെയൊക്കെ നടക്കുന്നു. അത് നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹവും നിങ്ങളോട് തന്നെ ഒരു കെയർ എടുക്കാൻ തോന്നുന്നത്, അത് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. എംപറർ എനർജിയാണ്. അപ്പോൾ കോൺഫിഡൻസ്, ആത്മവിശ്വാസം വളരെ ഏറി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് പൊതുവേ മനസ്സിലൊരു തൃപ്തിയായിരിക്കും. പിന്നെ എല്ലാ കാര്യവും ഒരു വളരെ കാമായിട്ട് മെച്യൂറായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരിപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിലും അവർ റേസ് ചെയ്ത് വരുമ്പോൾ വളരെ സൗമ്യമായിട്ടിരിക്കുമ്പോൾ അവരുടെ ആ ഒരു സൗമ്യത, നിങ്ങളുടെ ആ ഒരു കാംനെസ്, അവരുടെ ആ ഒരു
അവരിലേക്ക് ആ പോസിറ്റിവിറ്റി, നിങ്ങളുടെ ചിരി അവരിലേക്ക് ആ പോസിറ്റിവിറ്റി നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.